ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന വീട് എൻ്റെ ഉമ്മാടെ വീടാണ്. എൻ്റെ ഉമ്മാടെ മീൻസ് വീട് ഞാൻ ചെറുതിലേ വളർന്ന വീടാണത്. അപ്പോൾ പോയപ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന കാര്യം മറന്നേ പോയി. പകുതിയിലെത്തിയപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വലിയമ്മ വീട്. വലിയമ്മ മീൻസ് എൻ്റെ ഉമ്മാരെ താത്താടെ വീട്. അപ്പം അവരെ വീട്ടിൽ പോയിട്ട് ഇറങ്ങുന്ന വഴിയിലാണ് എനിക്ക് ഇതൊന്ന് വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. അപ്പോൾ എന്താ പറയുക, യൂട്യൂബുകാർക്ക് എന്തും കിട്ടുമ്പോൾ കണ്ടന്റ് എന്ന് പറയില്ലേ, അതുപോലെ എന്ന് പറയണമെങ്കിൽ പറയാം. വെറുതെ പക്ഷേ ഇതൊരു സത്യമുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വീടിൻ്റെ പുറകു വശമാണ്, നേരത്തെ കണ്ടത് ഫ്രണ്ട് വശം. ഞാൻ സത്യം ഉണ്ടെന്ന് പറയാൻ വന്നത് എന്താ, നമ്മൾ ഈ വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടിരുന്ന എത്ര വർഷമാണെങ്കിലും അതവിടെ കിടക്കും. നമുക്ക് പിന്നീട് അത് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോയി എടുത്ത് കാണുകയും ചെയ്യാം. അതൊരു നൊസ്റ്റാൾജിയാണ്. ഞാൻ മൊത്തം ഈ വീടിൻ്റെ പുറകു വശം എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴുണ്ടല്ലോ, നമ്മളിപ്പോൾ സ്ഥിരം അവിടെ നിൽക്കുന്നതല്ലല്ലോ, വീട്ടിൽ വല്ലപ്പൊരിക്കലേ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ആ സമയത്ത് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുതിലത്തെ ഒരു നൊസ്റ്റാൾജി ഫീൽ എടുത്തു. കാരണം അന്ന് ഇതുപോലെ അല്ലായിരുന്നു. ഇതും ആ കാണുന്ന സ്ഥലം കാടൊന്നും ഇല്ലായിരുന്നു, നമ്മൾ തേരി പോലെ കിടക്കും. അവിടെ ഞങ്ങളൊക്കെ ഓടിക്കളിക്കും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കാണുന്ന വീടാണ് ഇതാ ഇപ്പോൾ കാണിച്ചത്. ഈ വീടാണ് എൻ്റെ വല്യമ്മയുടെ വീടും. പിന്നെ അവിടെ കൂടെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ വടക്കുവശത്ത്, ഇതാണ് വല്യമ്മയുടെ വീട്. വടക്കുവശത്തൂടെ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് വന്നു. ഈ കാണുന്ന തേരി ഇറങ്ങിയിട്ട് ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കള കാണാം. അടുക്കളയിലാണ് ഉമ്മ മൊത്തത്തിൽ, ഞാൻ ഗ്യാസിലാണ് മൊത്തം ചോറെല്ലാം വയ്ക്കുന്നത്. ഉമ്മ മൊത്തത്തിലെല്ലാം വയ്ക്കുന്നത് അടുപ്പിലാണ്. അടുപ്പിൽ ചോറ്, അടുപ്പിലാകട്ടെ കറി, എല്ലാം അടുപ്പിൽ തന്നെ വയ്ക്കും. പിന്നെ എന്തെങ്കിലും മീനാ കാപ്പിയോ അങ്ങനെ എന്തുണ്ടെങ്കിൽ മാത്രമേ ഗ്യാസിൽ വയ്ക്കുള്ളൂ. ബാക്കി എല്ലാം അടുപ്പിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അടുപ്പിൽ കിടന്ന് മീൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അതിനെ വീടെടുത്ത് വീണ്ടും നടന്നു. എന്തൊരു നൊസ്റ്റാൾജി ഫീൽ എന്നറിയാമോ ഇത്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ ചെറുതിലൊക്കെ ചാടി കയറുമായിരുന്നു. ഇപ്പോഴും കയറാനൊക്കെ പറ്റും, പിന്നെ അതിനെന്തോ തോന്നാറില്ല. എന്നിട്ട് ഇവിടെ കയറിയിട്ട് ആ മുകളിൽ ടെറസിൽ ചാടി കയറും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് വരെ ആ ഒരു ഫീല് തോന്നിയില്ല. പക്ഷെ ആ വീഡിയോയിൽ കൂടെ നമ്മുടെ ആ വീടിന് ചുറ്റും കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി ഫീൽ തോന്നി. ഞാൻ അതിനെ അല്ലെങ്കിൽ എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുള്ളൂ. ആ പോകുമ്പോൾ ഒന്നും തോന്നാത്ത, പോകുമ്പോൾ നമ്മൾ പിറകുവശത്തൊന്നും ഇങ്ങനെ ഇത്രയും ചുറ്റിക്കറങ്ങി നടക്കില്ല. വീട്ടിൽ പോയി ഇരിക്കും, പിന്നെ മുകളിൽ അലിമാരെ വീട്ടിൽ പോവും. അങ്ങനെയൊക്കെ തന്നെ ഈ ചുറ്റും കറങ്ങി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. ഞങ്ങൾ വീടിനടുത്തൊരു വീട്, അപ്പുറത്തൊരു വീടുണ്ട്. അവിടെയാണ് ആട്ടുകുട്ടികൾ, കോഴികളെല്ലാം ഉണ്ട്. അപ്പോൾ തള്ള ആട്ടിൻകുട്ടി, ഇത് കുട്ടി ആട്ടിൻകുട്ടിയാണ്. ഈ കുട്ടീനെ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നു, തള്ളയെ അങ്ങോട്ട് കെട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വീടിന് തൊട്ട് താഴെ ഒരു വീട്ടിൽ പശു ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ വിറ്റിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞങ്ങൾ അവിടെ നിന്നാണ് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് വീടിനെ മൊത്തത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ വീടിന് താഴെ ഒരു കുളമുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന കാര്യം. ഇനി എപ്പോഴെങ്കിലും ഞാൻ പോകുമ്പോഴത്തേക്കും എല്ലാം മൊത്തത്തിലും ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ ബൈ.